ഹായ് എവരിവൺ, ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വരാൻ പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ICTSM എന്ന് പറയുന്ന എക്സാമിലെ ഓരോ മൊഡ്യൂളിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ഹൈലി പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ICTSM എന്ന് പറയുന്ന എക്സാമിൽ 8 മൊഡ്യൂൾസ് ആണ് നമുക്ക് ഉള്ളതല്ലേ. സോ ഓരോ മൊഡ്യൂളിലെയും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള പോർഷൻസ്, ഏറ്റവും ഹൈലി പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, സോ ആദ്യത്തത് മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1 കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ലിനക്സ്, ഈ മൂന്നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ അത്യാവശ്യം പ്രയോറിറ്റി ഉള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ്. കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മൊഡ്യൂളാണ്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ളതാണ്, എന്നാൽ അത്യാവശ്യം എളുപ്പമുള്ള ഒരു മൊഡ്യൂളുമാണ്. ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന, മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ എപ്പോഴേലൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ നമ്മൾ തന്നെ വായിച്ചിട്ട് അറിഞ്ഞിട്ടുള്ളതൊക്കെ തന്നെയാണ് ഈ മൊഡ്യൂളിന്റെ ഒരു പകുതിയും പറയുന്നത്. സോ അത്യാവശ്യം പഠിക്കാൻ എളുപ്പവും എന്നാൽ അത്യാവശ്യം സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പൊ ആദ്യം നിങ്ങൾ എന്താണ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് 5 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണല്ലോ ഉള്ളത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത് ജനറേഷൻ അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു ജനറേഷൻ വന്ന സമയം അല്ലെങ്കിൽ ഓരോ ജനറേഷനിലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ടെക്നോളജീസും കാര്യങ്ങളും എന്തൊക്കെയാണ്. ഇപ്പൊ ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ വാക്യൂം ട്യൂബ്സ് യൂസ് ചെയ്തു, സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിനെ യൂസ് ചെയ്തു, തേർഡ് ജനറേഷൻ ആയപ്പോഴത്തേക്ക് നമ്മൾ ICയും, ഫോർത്ത് ജനറേഷനിൽ നമ്മൾ മൈക്രോ പ്രോസസറും, പിന്നെ ഫിഫ്ത് ജനറേഷൻ നമ്മുടെ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ജനറേഷൻ ആണല്ലോ. നമ്മൾ AIയും പാരലൽ പ്രോസസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചും കൂടെ ഹൈ ടെക്നോളജിയിലേക്കൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ആ ഒരു 1940s തൊട്ട് ഇപ്പൊ വരെയുള്ള ആ ഒരു ജേർണി, ആ ഒരു 5 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന്റെ ജേർണി എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്, തിയറി പോർഷൻ ആണ്, നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാവുന്ന ഒരു പോർഷൻ ആണ് നമ്മുടെ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അടുത്താണ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇപ്പൊ പല ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ അനലോഗിന്റെ എക്സാമ്പിൾ നമ്മുടെ തെർമോമീറ്റർ ഒക്കെ എന്താണ് അനലോഗ് കമ്പ്യൂട്ടർ ആണ് അല്ലേ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന PC ഒക്കെ എന്താണ് ഡിജിറ്റൽ ആണ്. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ മെഷീൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് ആണ് അല്ലെ. അനലോഗിന്റെയും ഡിജിറ്റലിന്റെയും കൂടി രണ്ടിന്റെയും കൂടി ഒരു മിക്സ് ആണല്ലോ നമ്മുടെ ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് നോക്കിപ്പോവാ. ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള ബേസിക് കാര്യങ്ങളാണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്ന കാര്യങ്ങളായിട്ടൊക്കെ. പിന്നെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും, അതിന്റെ ഡെഫിനിഷനും എക്സാമ്പിൾസും ഒക്കെ നോക്കാം. നമുക്കറിയാലോ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാനും കാണാനും പറ്റുന്നതിനെ നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ പ്രോഗ്രാംസ് ആണ് അല്ലെ. നമ്മുടെ ഇപ്പം MS Word, ലിനക്സ് അങ്ങനത്തെ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും എല്ലാം കൂടെ വരുന്നതാണല്ലോ നമ്മുടെ സോഫ്റ്റ്വെയർ പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും ഒന്ന് പഠിക്കുക. എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയർ, എന്തൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്, ഇതൊക്കെയുള്ള ഒരു ബേസിക് ലെവലിൽ എന്ത് ചെയ്താൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റോറേജ് ഡിവൈസസ് ഒക്കെ, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് കേൾക്കാറുള്ളതാണല്ലോ. എന്താണ് ഇൻപുട്ട് ഡിവൈസ്, എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ്, സ്റ്റോറേജ് ഡിവൈസസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ. ഇപ്പൊ എന്താ ഇൻപുട്ട് ഡിവൈസ്, നമ്മൾ എന്താ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻപുട്ട് എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഡിവൈസ്, ഇപ്പൊ കീബോർഡ്, സ്കാനർ അങ്ങനെയൊക്കെ. പിന്നെ എന്താണ് നമ്മൾ കൊടുത്തത് നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ച് റിസൾട്ട് നമുക്ക് തരുന്ന എന്താണ് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് വഴിയാണ് അല്ലേ. ഇപ്പൊ പ്രിന്റർ, മോണിറ്റർ എന്നൊക്കെ ഉള്ള പോലെ. പിന്നെ ഈ ഡേറ്റ എല്ലാം എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് സ്റ്റോറേജ് ഡിവൈസസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അത് ഹാർഡ് ഡിസ്ക് ആകാം, SSD ആകാം, അല്ലെങ്കിൽ USB ആകാം. അങ്ങനത്തെ ഓരോ സെക്കൻഡറി സ്റ്റോറേജും പ്രൈമറി സ്റ്റോറേജും ഏതൊക്കെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം അറിഞ്ഞിരിക്കാം. സോ ഇതൊക്കെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ബേസിക്സ് ആണ്, ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ ഇച്ചിരി ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പോവാണ് പ്രോസസേഴ്സിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക്. അപ്പൊ പ്രോസസേഴ്സ് പോകുമ്പോഴത്തേക്ക് എന്താണ്, പ്രോസസേഴ്സും മൈക്രോ പ്രോസസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആണല്ലോ നമ്മുടെ മൈക്രോ പ്രോസസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മുടെ ഇന്റൽ പെന്റിയം, i3, i5 ഓരോരോ വേർഷൻസ്, അതിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളും അതൊക്കെ നമുക്ക് പഠിക്കണം. പിന്നാണ് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പുള്ളിക്കാരൻ എന്തൊക്കെ പണിയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെ ചെയ്യും, നമുക്ക് ഒരുപാട് പ്രോസസ്സസ് നമുക്കുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും, മെമ്മറി ഹാൻഡിൽ ചെയ്യാനായിട്ട് സഹായിക്കും, ഫയൽസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. സോ ഇങ്ങനത്തെ ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുണ്ട് അല്ലേ. അപ്പൊ അത് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം പഠിക്കാം.
പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്തൊക്കെയാണ്? ഇപ്പൊ നമുക്ക് പോപ്പുലർ ആയിട്ട് അറിയാവുന്ന കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണല്ലോ ലിനക്സും വിൻഡോസും ഒക്കെ. അപ്പൊ അതൊക്കെ ഉബുണ്ടു, റെഡ് ഹാറ്റ്, അപ്പൊ അങ്ങനത്തെ ഓരോന്നും പോപ്പുലർ ആയിട്ട് നമ്മൾ അറിയപ്പെട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണ്, അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പഠിക്കാം. പിന്നെ എന്താണ് ബേസിക് ആയിട്ടുള്ള ലിനക്സ് കമാൻഡ്സ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണല്ലോ നമ്മുടെ ലിനക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിക്കുക. എന്താ ഫോർക്ക്, കാറ്റ്, ഓട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട് കുറച്ച് ബേസിക് കമാൻഡ്സ് ഉണ്ട്. അപ്പൊ ഈ കമാൻഡ്സ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, എന്താണ് ഈ കമാൻഡ്സ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, പഠിക്കും. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഈ ലിനക്സ് കമാൻഡ്സ് ഒക്കെ പഠിക്കാൻ ജസ്റ്റ് നമ്മൾ ടെർമിനലിൽ ഈ കമാൻഡ് ചുമ്മാ പ്രാക്ടീസ് ചെയ്ത് നോക്കി അതിന്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യും, മനസ്സിലാവും. ഒരു റിയൽ ലൈഫ് വേർഡ് പോലെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമല്ലോ. സോ ഇത് ഇത്രയാണ് നമ്മുടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്രയും ടോപ്പിക്സ്, നമ്മുടെ ഫോക്കസ് ഏരിയ എന്ന് നമുക്ക് പറയാം. സോ നിങ്ങൾ എന്ത് സ്കിപ്പ് ചെയ്താലും ഇത്രയും പോർഷൻ എന്ത് ചെയ്യാൻ പാടില്ല, ഫസ്റ്റ് മൊഡ്യൂളിൽ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഫസ്റ്റ് മൊഡ്യൂൾ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പൊ നമുക്ക് ഇതെന്താ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, അത്യാവശ്യം ഹൈ പ്രയോറിറ്റി ആണ്. സോ ജസ്റ്റ് ആ ഒരു കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസും ജസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കുറച്ച് കാര്യങ്ങളും ഇത്രയും ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മെയിൻലി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ലിനക്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അത്രയും ഒന്ന് നോക്കി പോയിരുന്നാൽ മതി. ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സും ഓരോരോ കാര്യങ്ങൾ കമ്പയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുമ്പോഴത്തേക്ക് നമുക്കത് ക്ലിയർ ആയി പോകും. പിന്നെ മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തു നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിലേക്ക് പോവാം. അപ്പം സെക്കൻഡ് മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ബൂട്ടിങ്, ബയോസ്, മെമ്മറി, പിന്നെ 8086 എന്ന് പറയുന്ന മൈക്രോ പ്രൊസസർ. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ഒരു അത്യാവശ്യം ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള മൊഡ്യൂൾ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളും എന്ന് പറയുന്നത്. ഇപ്പൊ ബൂട്ടിംഗ് പ്രോസസ്സും ബയോസ് സെറ്റിംഗും അറിയാലോ, നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റിംഗ് ആണ് നമ്മുടെ ബയോസ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ പോസ്റ്റ് എന്ന് പറഞ്ഞ ചെക്സ് ഓപ്പറേഷൻ ഉണ്ട്, സിമോസ് ഉണ്ട് അല്ലെ, നമ്മുടെ ഈ ബയോസ് സെറ്റിംഗ്സ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. സോ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഈ ബൂട്ടിംഗ് പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഈ ഒരു ബയോസ് സെറ്റിംഗ്സ്, സിമോസ് എന്താണ്, അതെങ്ങനെയാണ് ബയോസ് സെറ്റിംഗ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കാം. ബയോസ് ആ ഒരു ബൂട്ടിംഗ് പ്രോസസ്സും ബയോസ് സെറ്റിംഗ്സും എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കണം. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് മെമ്മറി ടൈപ്സ് അല്ലെ. നമുക്ക് പല പല മെമ്മറി ഉണ്ടല്ലോ, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നോക്കുക. എന്താണ് റാം, എന്താണ് റോം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റാമും റോമും എന്താണ്. റാം വോളറ്റൈൽ ആണ്, റോം നോൺ വോളറ്റൈൽ ആണ് അല്ലെ. അപ്പൊ ആ രണ്ട് പ്രോപ്പർട്ടീസ്, റാമിന്റെയും റോമിന്റെയും പ്രോപ്പർട്ടീസ് തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത് അല്ലെ. റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറി രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണ്, എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോം അല്ലെ. നമുക്കിപ്പം EP റോം, പ്രോം, ഡബ്ല്യു പ്രോം എന്നൊക്കെ പറഞ്ഞ പല പല ടൈപ്സ് ഓഫ് റോം ഉണ്ട്, റാമും ഉണ്ട്. അപ്പൊ അതൊക്കെ ഡിഫറെന്റ് ടൈപ്സും കാര്യങ്ങളും. പിന്നെ സെക്കൻഡറി മെമ്മറി സ്റ്റോറേജ് ഡിവൈസസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കുക. മെയിൻലി മെമ്മറി ടൈപ്സിനകത്ത് റാമും റോമും നന്നായിട്ട് പഠിക്കും. പിന്നെ നമ്മൾ സെക്കൻഡറി മെമ്മറി ടൈപ്സും കൂടെ എന്ത് ചെയ്യുക, നോക്കി പോവുക. നമ്മുടെ ഹാർഡ് ഡിസ്ക്, SSD എന്നൊക്കെ പോകുന്ന പോലത്തേക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ മെമ്മറി സ്റ്റോറേജ്. അപ്പൊ അതിന്റെ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് റാമും റോമും കുറച്ചും കൂടെ എന്ത് ചെയ്യുക, പഠിച്ചിരുന്നാൽ മതി. പിന്നെ മെമ്മറിയുടെ ഹൈറാർക്കി, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഡേറ്റ നമുക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനും അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഡേറ്റ റിട്രീവ് ചെയ്യണം അല്ലെ. അപ്പൊ ഫാസ്റ്റസ്റ്റ് തൊട്ട് സ്ലോവസ്റ്റ് വരെയുള്ള ഒരു കമ്പാരിസൺ പോലെ പഠിക്കാം. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏതാണ്, രജിസ്റ്റർ ആണല്ലേ. പിന്നെ ക്യാഷ്, പിന്നെ റാം, പിന്നെ SSD, പിന്നെ HDD. അപ്പൊ ആ ഒരു ഫ്ലോ എങ്ങനെ പഠിക്കാം, ഫാസ്റ്റസ്റ്റ് മെമ്മറി തൊട്ട് സ്ലോവസ്റ്റ് വരെ ഉള്ളത് നമുക്ക് ഡേറ്റ കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കാനും റിട്രീവ് ചെയ്യാനായിട്ടും. അപ്പൊ ആ ഒരു ഇത് കമ്പയർ ചെയ്ത് പഠിക്കാം, രജിസ്റ്ററും ക്യാഷും തമ്മിൽ, റാം, SSD, HDD ആ ഒരു ഫ്ലോ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. എങ്ങനെയാണ് കമ്പയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. സോ ഇതൊക്കെ പഠിക്കാനൊക്കെ ഇതൊക്കെ ഒരേപോലെ പ്രോപ്പർട്ടീസ് ഉള്ളതാ, കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളായിരിക്കും ഇവർക്കൊക്കെ തമ്മിൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങളൊരു ടേബിൾ പോലെ എന്ത് ചെയ്യാണ്, ഓരോന്നിന്റെയും മുകളിൽ എഴുതി പോവുക. രജിസ്റ്റർ, ക്യാഷ്, റാം, SSD, HDD എന്നൊക്കെ പറഞ്ഞ് എഴുതി പോയിട്ട് ഇവർ തമ്മിലുള്ള പ്രോപ്പർട്ടീസ് നമ്മുടെ ടേബിൾ പോലെ എഴുതി കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ മറക്കത്തില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവരൊക്കെ തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്താണ് രജിസ്റ്ററിനെ ക്യാഷിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത്, ക്യാഷും റാമും തമ്മിൽ എന്താണ് വലിയൊരു വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്താണ് എന്ത്, 8086 ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഒരു മൈക്രോ പ്രോസസർ ആണ് നമ്മുടെ 8086 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ആർക്കിടെക്ചറിനകത്ത് EU വരുന്നുണ്ട്, അതായത് EU ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. പിന്നെ BIU ഉണ്ട്, ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡേറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ പല പല രജിസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ മൈക്രോ പ്രോസസറിന്റെ ആർക്കിടെക്ചർ യൂസ് ചെയ്യും, AX, BX, ഫ്ലാഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് കുറച്ച് അഡ്രസ് ലൈൻസും ഡേറ്റ ലൈൻസും ഒക്കെ ഉണ്ടാവും, അത് സെപ്പറേറ്റ് ആയിട്ടുള്ള 20-bit അഡ്രസ്സസ് ഒക്കെ. അപ്പൊ ഇതേപോലെ നമ്മുടെ ആ ഒരു 8086 ആർക്കിടെക്ചറിനകത്ത് വന്നിട്ടുള്ള രജിസ്റ്റേഴ്സും അഡ്രസ്സിലെ ഡേറ്റ ലൈൻസും ഫ്ലാഗ്സും ഒക്കെ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്താണ് ആ ഒരു ആർക്കിടെക്ചർ എന്നുള്ളത് അത്യാവശ്യം ബ്രീഫ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. ആ ഡയഗ്രാം ഒക്കെ ഉണ്ട് 8086ന്റെ, ആ ഡയഗ്രാം ഒക്കെ നോക്കി നന്നായിട്ട് ആ വിഷ്വലി അതൊന്ന് മനസ്സിൽ കൊണ്ടുവന്ന് ഓരോരോ അതിന്റെ കമ്പോണൻസും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോവുക.
ഇതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ബയോസ് സീമോസ് പോലത്തെ സെറ്റപ്പ് ഓപ്ഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ 8086 എന്ന് പറഞ്ഞ മൈക്രോ പ്രോസസറിന്റെ ഇന്റേണൽ സ്ട്രക്ചർ, ഇങ്ങനത്തെ ഓരോരോ പാർട്സ് ഉണ്ട്, അതെല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇത് മൊത്തത്തിൽ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ മെമ്മറി ഓർഗനൈസേഷൻ, പല പല ടൈപ്സ് ഓഫ് കോമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്തായി, അത്യാവശ്യം നമ്മൾ കവറപ്പ് ചെയ്തു എന്നായി. മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, എത്രയും പോർഷൻസ് കവർ ചെയ്യാവോ അത്രയും നോക്കുക. പിന്നെ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് ഈ ഇത്രയുള്ള ടോപ്പിക്സ്. ഇത് കുറച്ചുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അധികം സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിനി തേർഡ് മൊഡ്യൂളിലേക്ക് പോവാം. ഓക്കെ, തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സി പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ ചിലർ സി പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും, പ്ലസ് 1 പ്ലസ് 2 വല്ലതും, ചിലർ പഠിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. എന്നാൽ നമ്മുടെ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മദർ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് കണക്കാക്കുന്നത്, നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ നമ്മുടെ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വെരി ഹൈ പ്രയോറിറ്റി ആണ്. നിങ്ങൾ ഈ ഒരു മൊഡ്യൂൾ എന്തായാലും പഠിക്കണം. ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു മൊഡ്യൂൾ ആണ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മൊഡ്യൂൾ ആണ് നമ്മുടെ തേർഡ് മൊഡ്യൂൾ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക. ഇത് അത്യാവശ്യം എളുപ്പമാണ്, അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രോഗ്രാമിംഗ് കോഡിങ് എന്നൊക്കെ കേട്ട് പേടിക്കൊന്നും വേണ്ട. സി പ്രോഗ്രാമിംഗ് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് വലിയ വലിയ കോഡിങ്ങോ കാര്യങ്ങളോ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുവോ പ്രോബ്ലംസ് സോൾവ് ചെയ്യോ അത്രയും ലെവലിലേക്കൊന്നും നമുക്ക് പോകണ്ട. നമുക്ക് ജസ്റ്റ് സർഫസ് ലെവലിൽ എന്താണ് സി പ്രോഗ്രാമിംഗ്, എന്താണ് അതിന്റെ കംപ്ലീറ്റ്ലി ഉള്ള ഒരു സ്ട്രക്ചർ, എന്താണ് ഇതിനകത്ത് ഉള്ളത് എന്നൊക്കെ എന്ത് ചെയ്യുക, ഒരു ജനറൽ ആയിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട പരിപാടി നമുക്കുള്ളൂ. സോ ഇത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പഠിക്കാനും എളുപ്പമായിരിക്കും, നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഈ സി പ്രോഗ്രാമിന്റെ സിൻടാക്സും പിന്നെ അതിൽ ഉപയോഗിക്കുന്ന പല പല ഡേറ്റ ടൈപ്സ് ഉണ്ട്. ഇന്റ്, ഫ്ലോട്ട്, ക്യാർ, ഡബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഡേറ്റ ടൈപ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സി പ്രോഗ്രാമിന് ബേസിക് സിൻടാക്സുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്കൊരു സാധനം പ്രിന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മൾ പ്രിന്റ് എഫ്, പിന്നെ ഒരു സാധനം കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കണം, അങ്ങനെയൊക്കെ ഓരോ രീതിയിലൊക്കെയുള്ള പല പല സിൻടാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കോഡ് എഴുതുന്നതിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ പല പല ഡേറ്റ ടൈപ്സ് എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്, ഇൻറ്റീജർ, ഫ്ലോട്ട്, ക്യാർ എന്നൊക്കെ പറഞ്ഞ്, ബൂളിയൻ എന്നൊക്കെ പറഞ്ഞ് പല പല ഡേറ്റ ടൈപ്സ് നമുക്കുണ്ട്. അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. പിന്നെ ഡീഫോൾട്ട് ആയിട്ടുള്ള റിട്ടേൺ ടൈപ്സും സ്റ്റോറേജ് ക്ലാസ്സസും നമുക്ക് എന്ത് ഓരോ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓരോ ക്ലാസ് നമ്മൾ എഴുതുമ്പോൾ റിട്ടേൺ ടൈപ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് റിട്ടേൺ ആയിട്ട് നമുക്ക് എന്തെങ്കിലും വാല്യൂ കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഇൻറ്റീജർ വാല്യൂ കൊടുക്കാം, ചിലപ്പോൾ നമ്മളൊന്നും കൊടുത്തില്ല എന്ന് വരാം. അപ്പൊ അങ്ങനത്തെ റിട്ടേൺ ടൈപ്സും കാര്യങ്ങളൊക്കെ എന്താന്ന് പഠിക്കാം. സ്റ്റോറേജ് ക്ലാസ്സസ് എന്തൊക്കെയാന്ന് പഠിക്കാം. ഓട്ടോ, രജിസ്റ്റർ, സ്റ്റാറ്റിക്, എക്സ്റ്റേണൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ സ്റ്റോറേജ് ക്ലാസ്സസ് ഉണ്ട്. അതൊക്കെ എന്താന്നുള്ളത് പഠിക്കാം. പിന്നെ ഓപ്പറേറ്റേഴ്സും എക്സ്പ്രഷൻസും. അപ്പൊ നമ്മുടെ സി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ട് വരുന്നതാണ് ടോക്കൺസ്, ഓപ്പറേറ്റേഴ്സ്, എക്സ്പ്രഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ പഠിക്കാം. അപ്പൊ കുറെ ഓപ്പറേറ്റേഴ്സും എക്സ്പ്രഷൻസും ഉണ്ടാവും. ഇപ്പൊ അരിത്തമെറ്റിക്, പ്ലസ് മൈനസ്, ഇൻറ്റു, ഡിവിഷൻ എന്നൊക്കെ പറയുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ ഓപ്പറേറ്റേഴ്സും എക്സ്പ്രഷൻസും ഉണ്ട്. ഇതിന്റെ പേരൊന്നും കേട്ട് പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്, ബേസിക് സാധനങ്ങളൊക്കെയാണ്. സോ ജസ്റ്റ് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞു പോകുമ്പോൾ തന്നെ എളുപ്പമായിരിക്കും. അപ്പൊ അത്യാവശ്യം ഇൻട്രസ്റ്റോട് ഇരുന്ന് പഠിച്ചിരുന്നാൽ മതി, നമുക്ക് നല്ല രസമായിട്ട് തോന്നും. ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ളതാണ്, വലിയ പാടൊന്നും ഉള്ളതല്ല. സി പ്രോഗ്രാമിംഗ് അത്യാവശ്യം എളുപ്പമുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. നമുക്ക് 2 ദിവസമൊക്കെ മതി അത്യാവശ്യം പഠിച്ചെടുക്കാനായിട്ട്. സോ എന്ത് ചെയ്യാണ്, ഈ ഒരു ഓപ്പറേറ്റേഴ്സും എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. പിന്നെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമുക്ക് കുറച്ച് കണ്ടീഷൻസിനനുസരിച്ച് ഇപ്പം ഇന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഇന്ന ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നമ്മുടെ കോഡിനെ എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നവർ കുറച്ച് കൺട്രോൾ സ്ട്രക്ചേഴ്സും ലൂപ്പിംഗ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒരു സാധനം നമുക്ക് 10 തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ 10 തവണ കോഡ് ഇടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൂപ്പിനകത്ത് കൊടുക്കും. സോ അങ്ങനത്തെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് മെയിൻലി കണ്ടീഷൻസ് ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഇഫ് ഇന്ന കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യുക, ഇല്ല എങ്കിൽ അടുത്തതിലേക്ക് പോവുക. അങ്ങനെയുള്ള കൺട്രോൾ സ്ട്രക്ചേഴ്സ്, ഇഫ് എൽസ്, സ്വിച്ച്, അങ്ങനത്തെ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. പിന്നെ നമ്മുടെ ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഫോർ, ഡു വൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താണ് കുറച്ച് കൺട്രോൾ സ്ട്രക്ചേഴ്സും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള വല്ല പ്രോഗ്രാമിംഗ് വല്ലതും പ്രാക്ടീസിന് വേണ്ടിയൊക്കെ ചെയ്തും വേണമെങ്കിൽ പൊക്കോ. 10 നാച്ചുറൽ നമ്പറിനെ പ്രിന്റ് ചെയ്ത് കാണിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വല്ലതും ഒക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയിട്ട് പോകും. പിന്നെ ഫങ്ഷൻസ്
ഫംഗ്ഷൻസ് നമ്മൾ മെയിൻലി നമ്മൾ സിക്കകത്തൊരു മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫംഗ്ഷൻസ്? ഫംഗ്ഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്, റിട്ടേൺ ടൈപ്പ് ഉള്ളത്, റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തത്, അത് പല പല പാരാമീറ്റേഴ്സും ആർഗ്യുമെന്റ്സും പാസ് ചെയ്യുന്ന രീതി അനുസരിച്ച്. സോ അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചിരിക്കണം. അപ്പൊ ഫംഗ്ഷൻസ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാം, നോക്കി ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക തന്നെ ചെയ്യണം. പിന്നാണ് അറേ. അറേ എന്തിനാണ്, നമുക്ക് ഓരോ സ്റ്റോറേജ് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പ് ആണ് അറേ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഏതെങ്കിലും ഡേറ്റ ടൈപ്പില് സാധനം ഒരു ഹോമോജീനിയസ് ഡേറ്റ ടൈപ്പ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അപ്പൊ അത് 1 ഡയമെൻഷണൽ അറേ ഉണ്ട്, 2 ഡയമെൻഷണൽ അറേ ഉണ്ട്. അറേയിൽ മെയിൻലി നമ്മൾ ഇന്റീജേഴ്സിനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. അപ്പൊ എന്താണ്, സോ ആ ഒരു 1 ഡയമെൻഷണൽ അറേ 2 ഡയമെൻഷണൽ അറേ എന്താണ്, എങ്ങനെയാണ് അറേയുടെ ഇൻഡെക്സിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അറേ എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്, അറേയിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ എലമെന്റ്സ് സേവ് ചെയ്ത് വെക്കുന്നതും റിട്രീവ് ചെയ്ത് വെക്കുന്നതും എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെന്താണ്, സ്ട്രക്ചറും യൂണിയനും. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് മൾട്ടിപ്പിൾ ഡേറ്റ ടൈപ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യും. ഇപ്പൊ അറേ എന്ന് പറയുമ്പോൾ ഹോമോജീനിയസ് ആണ്, ഒരൊറ്റ ടൈപ്പ് ഡേറ്റ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അറേയിൽ സേവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അറേയിൽ നമുക്ക് ഒന്നെങ്കിൽ ഇന്റീജേഴ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ്, അങ്ങനെ ഇതൊരു പർട്ടിക്കുലർ ടൈപ്പേ പറ്റത്തുള്ളൂ. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ബേസിക് സിന്റാക്സും കാര്യങ്ങളും എന്താണ്, അതൊക്കെ നമുക്ക് നോക്കണം. പിന്നെ യൂണിയനും പഠിക്കണം. മെമ്മറി സേവിംഗ് സ്ട്രക്ചർ ആണ് യൂണിയൻ. എന്താണ് യൂണിയന്റെ ബിഹേവിയറും കാര്യങ്ങളും എങ്ങനെയാണ്, മെമ്മറി സൈസ് എങ്ങനെയാണ്. പിന്നെ ഡൈനാമിക് ആയിട്ടുള്ള മെമ്മറി അലോക്കേഷൻ, അതായത് MLOക്ക്, കാലോക്ക്, ഫ്രീ എന്നൊക്കെ പറഞ്ഞ കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം നോക്കുക. സോ സി പ്രോഗ്രാമിംഗ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെയാണ്. നമ്മൾ ഈ ഒരു കൺട്രോൾ സ്ട്രക്ചേഴ്സും എക്സ്പ്രഷൻസും അതിനകത്ത് ഓരോ കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്ത് തന്നെ ബേസിക് പ്രോഗ്രാമിംഗ് വല്ലതും വെച്ചൊന്ന് ചെയ്ത് പോവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. നമുക്കൊരു സാധനം ചെയ്ത് അതിന്റെ റിസൾട്ട് അതുപോലെ കിട്ടുമ്പോൾ നമുക്ക് ഒരു സന്തോഷമൊക്കെ കിട്ടത്തില്ലേ, ആ ഓക്കെ എന്നുള്ള, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിടി കിട്ടുന്നുണ്ട് എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമുക്ക് കിട്ടും. സോ അത്യാവശ്യം ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു മൊഡ്യൂളുമാണ്, അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുമാണ്. സോ ഈ ഒരു മൊഡ്യൂൾ സ്കിപ്പ് ചെയ്യാതെ നല്ല ഇൻഡെപ്തിൽ തന്നെ ഈ കൺസെപ്റ്റ്സ് എല്ലാം കവർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അടുത്താണ് ഡേറ്റാബേസും SQL എന്ന് പറയുന്നത്. ഇപ്പൊ ഡേറ്റാബേസും SQL എന്താണ്, അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരുടെ അത്രയും ഹൈ ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിലും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂൾ തന്നെയാണ്. ഇതിന് ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, പക്ഷെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഡേറ്റാബേസും SQL എന്ന് പറയുന്നത്. ഡേറ്റാബേസ് SQL മെയിൻലി നോക്കുന്നത് നമ്മൾ കുറച്ച് ഡേറ്റ നമ്മൾ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നതും അത് റിട്രീവ് ചെയ്തെടുക്കുന്നതും ഒക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ എന്തിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ യൂസർ ID പാസ്വേഡ് നമ്മൾ എന്ത് അടിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അകത്ത് കയറുന്നത് അല്ലേ. സോ ഈ യൂസർ ID പാസ്വേഡ് എവിടെയാണ്, ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു വലിയ ഡേറ്റാബേസിനകത്ത് സേവ്ഡ് ആയിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ യൂസർ ID പാസ്വേഡും അല്ലയോ. അപ്പൊ നിങ്ങൾ അത് അടിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളത് തന്നെയാണോ അടിച്ചേക്കുന്നത്, അവരുടെ ഡേറ്റാബേസിൽ പോയി ചെക്ക് ചെയ്ത് ആ ഒരു ബാക്ക് എൻഡിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വർക്ക് ചെയ്താണ് നടക്കുന്നത്. അപ്പൊ എന്താണ്, ഡേറ്റാസ് സേവ് ചെയ്ത് വെക്കാൻ, അത് റിട്രീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന, ഈ SQL സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്. നമുക്ക് എന്താ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. സോ അത് രണ്ടിനെയും പറ്റി എന്ത് ചെയ്യണം, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പൊ അത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ് ഒക്കെ ഉണ്ട്. ടപ്പിൾ എന്താണ്, ആട്രിബ്യൂട്ട് എന്താണ്, എൻറ്റിറ്റി എന്താണ് എന്നൊക്കെ. ടപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ടേബിൾ ഫോർമാറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. നമുക്കിപ്പോ RDBMS ഉണ്ട്, DBMS ഉണ്ട്. അപ്പൊ അത് രണ്ടും നിങ്ങൾക്ക് ഡിഫറൻസ് ആദ്യം പഠിക്കണം. റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റവും ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിക്കുക. ഇതിനകത്തുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, രണ്ടെണ്ണത്തിനകത്ത് എന്താണ് രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിലുള്ള ബേസിക് ടെർമിനോളജീസ്, എന്താണ് ടപ്പിൾ, എന്താണ് ആട്രിബ്യൂട്ട്, എന്താണ് എൻറ്റിറ്റി, ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങളുണ്ട്. അതൊക്കെ ജസ്റ്റ് സാധനങ്ങൾ. ടപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റോയിനെയാണ് നമ്മൾ ടപ്പിൾ എന്ന് വിളിക്കുന്നത്. ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ കോളം അല്ലെങ്കിൽ ആ കോളത്തിന് കൊടുക്കുന്ന പേര്, കാര്യങ്ങൾ. എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഡേറ്റാബേസിന് ഒരു ഒബ്ജക്ട് റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ബേസിക് ടെർമിനോളജി ടേംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഭയങ്കര അത്യാവശ്യം എളുപ്പവും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ കുറച്ച് കൺസ്ട്രെയിൻസും കീസും ഉണ്ട് നമ്മുടെ DBMSനകത്ത്. അത് പല പല കീസ് ഉണ്ട് നമുക്ക്. പ്രൈമറി കീ, ഫോറിൻ കീ, കാൻഡിഡേറ്റ് കീ, സൂപ്പർ കീ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് കീസ് ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് യുണീക്ലി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഓരോരോ ഒരു ടേബിൾ ഫോർമാറ്റ് നിങ്ങൾ അങ്ങ് ഇമാജിൻ ചെയ്തു. അപ്പൊ ഓരോരോ റോയിന് നമുക്ക് എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോരോ കീസ് കൊടുക്കും. അതിലൊന്നാണ് ഈ പ്രൈമറി കീ എന്ന് പറയുന്നത്. ഫോറിൻ കീ എന്തിനാണ്, നമുക്ക് രണ്ട് ടേബിൾസ് തമ്മിലൊരു ലിങ്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് നമ്മൾ ഫോറിൻ കീ ഉപയോഗിക്കും. പിന്നെ നമ്മൾ കുറച്ച് കൺസ്ട്രെയിൻസ് ഒക്കെ വെക്കുക. അതായത് പ്രൈമറി കീ യുണീക്ക് ആയിരിക്കണം അല്ലേ. നമ്മളൊരു സാധനം യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ആ സാധനത്തിന്റെ വാല്യൂ യുണീക്കും ആയിരിക്കണം, എന്തായി പോകാൻ പാടില്ല, നൾ വാല്യൂ ആയി പോകാനും പാടില്ല അല്ലെ. അതിനകത്ത് കുറച്ച് കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതും പിന്നെ ഏതൊക്കെയാണ് ടൈപ്പ് കീസ് ആണുള്ളതെന്നും പിന്നെ അതിന്റെ ഓരോരോ കൺസ്ട്രെയിൻസും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം.
പിന്നെ നമ്മുടെ SQL കമാൻഡ്, നമ്മുടെ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിന്റെ കുറച്ച് കമാൻഡ്സ് ഉണ്ട്. നമുക്ക് ഈ ഒരു ടേബിളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ടേബിളിലെ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട്, പുതിയ ഡേറ്റ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഡിലീറ്റ് ചെയ്ത് കളയാനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ബേസിക് SQL കമാൻഡ്സും അതിന്റെ ക്വറീസും, നമ്മൾ എഴുതുന്ന ക്വറി എന്നാ പറയാ. അപ്പൊ അതും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കുക. ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പഠിക്കുക. പിന്നെ വ്യൂസ് ഉണ്ട്. വ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമുക്ക് പല പല വ്യൂസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓരോരോ യൂസർ ഡിപ്പെൻഡന്റ് ആയിട്ട് നമുക്ക് പല പല വ്യൂസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് ഈ വ്യൂസ്, ഏതൊക്കെ ടൈപ്പ് വ്യൂസ് ആണ് ഉള്ളത്, എന്താണ് ഓരോരോ ഓപ്ഷൻസ് അതിനകത്ത് ഉള്ളത്, ഓരോരോ വ്യൂ സെറ്റ് ചെയ്യാനായിട്ട്, അതൊക്കെ പഠിക്കാം. പിന്നെ കുറച്ച് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസും കൂടി ഇതിനകത്തുണ്ട്. കൗണ്ട്, സമ്മ്, ആവറേജ്, മിന്ന്, മാക്സ് എന്ന് പറയുന്ന 5 അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് നമുക്കുണ്ട്. സോ ആ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മൾ ക്വറി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്. സോ നിങ്ങൾ മെയിൻലി ഇത് പഠിക്കേണ്ടത് ക്വറി എഴുതി തന്നെയാണ്. ആദ്യം ബേസിക്സ് പഠിക്കാം. ജസ്റ്റ് RDBMSും DBMSും എന്താണെന്നും അതിൽ ഉപയോഗിക്കുന്ന ടെർമിനോളജീസും കീസും കൺസ്ട്രെയിൻസും പഠിക്കാം. അത് തന്നെ അത്യാവശ്യം ആവും, പകുതിയോളം ആവുകയും ചെയ്യും. അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷനുമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, SQL പോകാം. നമുക്ക് ഓരോരോ ക്വറി എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റിസൾട്ട് കിട്ടും. ഇപ്പൊ നമുക്ക് വേണം, നമുക്ക് ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച 3 കുട്ടികളുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അപ്പൊ അങ്ങനെ എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ക്വറി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്കുള്ള 3 കുട്ടികളുടെ പേരും ഡീറ്റെയിൽസ് എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട്, സ്ക്രീനിൽ എടുക്കാനായിട്ട്, സോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ പല പല മാനിപ്പുലേഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പൊ ഇത് ക്വറി എഴുതി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ടേബിളിലേക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതും ഒക്കെ നമ്മൾ അങ്ങനെ ക്വറി എഴുതി ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, മറക്കത്തും ഇല്ല, നമുക്ക് നല്ലതായിട്ട് പോകാനും പറ്റും. സോ അതാണ് നമ്മുടെ 4th മൊഡ്യൂൾ എന്ന് പറയുന്നത്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ്. കമ്പാരിറ്റീവ്ലി ബാക്കി മൊഡ്യൂൾസിനെക്കാട്ടിലും കുറച്ച് പ്രയോറിറ്റി കുറവാണ് ആൾക്ക്. എന്നാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് 4th മൊഡ്യൂൾ, ഡേറ്റാബേസസും SQL. ഓക്കെ. ഇനി നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ 5th മൊഡ്യൂൾ. 5th മൊഡ്യൂൾ മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ C പ്രോഗ്രാമിംഗ് പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ജാവയും C++നെയും മെയിൻലി ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇത് വെരി ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ്. കമ്പാരിറ്റീവ്ലി ഇച്ചിരി ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിരിക്കാം ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, അതിന് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സോ കാര്യങ്ങളോ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക്. പക്ഷേ ഈ സാധനം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ, അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് കാര്യങ്ങളും എല്ലാം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഊപ്സിന്റെ കോൺസെപ്റ്റ് പഠിക്കണം. ഊപ്സ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഇങ്ങനെയൊക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഊപ്സ് കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പൊ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് ഇംപ്ലിമെന്റേഷൻ കോഡ് നമുക്ക് കാണിക്കേണ്ട, നെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, യൂസറിനെ കാണിച്ചാൽ മതി അല്ലെ. യൂസറിന് ഇപ്പൊ ഇതെങ്ങനെ ഈ കോഡ് ഇംപ്ലിമെന്റ് ചെയ്തേക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും, അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യും. പിന്നെ എൻകാപ്സുലേഷൻ, നമുക്ക് എന്താണ് ഡേറ്റയും കോഡിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ എൻകാപ്സുലേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്താണ് കോഡ് റീയൂസിബിലിറ്റിക്കും, ഇപ്പം നമുക്ക് ബേസ് ക്ലാസ്, അതിന്റെ പേരന്റ് ക്ലാസ്, ചൈൽഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ ക്ലാസ് ഉണ്ട്. അപ്പൊ ഒരു ക്ലാസ്സിലെ പ്രോപ്പർട്ടി നമുക്ക് ഓരോ ക്ലാസ്സിലേക്ക് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ സ്വത്തുക്കൾ നമുക്ക് കിട്ടുന്നു, നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു എന്നുള്ള പോലെ തന്നെയാണ് ഇൻഹെറിറ്റൻസ് വർക്ക് ചെയ്യുന്നത്. പോളിമോർഫിസം എന്ന് പറയുന്നത് ഒരു സാധനം തന്നെ നമുക്ക് പല പല ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതൊക്കെ നമ്മുടെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ഒരുപാടുള്ളത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഊപ്സ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ വരുന്നതാണ് കൺസ്ട്രക്ടേഴ്സും, പിന്നെന്താണ് അതിന്റെ ബിഹേവിയറും ഒക്കെ. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണ്, എന്താണ് കൺസ്ട്രക്ടർ ഓവർലോഡിങ്, എന്താണ് കൺസ്ട്രക്ടറിന്റെ ബിഹേവിയർ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ. പിന്നെ ഉള്ളതാണ് ആക്സസ് മോഡിഫയേഴ്സ്. ആക്സസ് മോഡിഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് എഴുതിയേക്കുന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു മെത്തേഡ്, അതിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ ആക്സസിബിലിറ്റി ത്രൂ ഔട്ട് ആ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ പാക്കേജിൽ എന്തോരമാണ് ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതിന്റെ സ്കോപ്പ്
ഓരോ വേരിയബിളിന്റെയും മെത്തേഡിന്റെ ഒക്കെ. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ആക്സസ് മോഡിഫയർ യൂസ് ചെയ്യുന്നത്. പബ്ലിക് പ്രൈവറ്റ് പ്രൊട്ടക്റ്റഡ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, ആക്സസ് മോഡിഫയേഴ്സ് ഉണ്ട്. സോ ആക്സസ് മോഡിഫയേഴ്സ് എന്താണ് എന്നുള്ളത്, എങ്ങനെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പഠിക്കാം. പിന്നെ അബ്സ്ട്രാക്ട് ക്ലാസ്സസും വെർച്വൽ ക്ലാസ്സസും എന്താന്ന് നോക്കുക. ഇപ്പൊ നമ്മൾ അബ്സ്ട്രാക്ഷൻ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് അബ്സ്ട്രാക്ട് ക്ലാസ്സസ്, എന്താണ് വെർച്വൽ ക്ലാസ്സസ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മുടെ ഊപ്സിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാൻ നോക്കുക. സിമ്പിൾ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ATMs, ബാങ്കിങ്, ഇങ്ങനത്തെ ഒക്കെ ആയിട്ടൊക്കെയുള്ള ആപ്ലിക്കേഷൻസിൽ ഒരുപാട് റിയൽ വേൾഡ് എക്സാമ്പിൾ ഉള്ളതാണ് നമ്മുടെ യൂപ്സ് കൺസെപ്റ്റിന്. അതുകൊണ്ട് ഇത് പഠിക്കാൻ നേരം അത്യാവശ്യം നമുക്ക് ഈ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗും നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു മൊഡ്യൂളാണ് ഇത്. സോ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു മൊഡ്യൂളാണ്. ആൻഡ് നിങ്ങൾ റിയൽ വേൾഡ് എക്സാമ്പിൾസും പിന്നെ ഒരു ഇംപ്ലിമെന്റേഷനും വെച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ 6th മൊഡ്യൂളാണ് നെറ്റ്വർക്കിംഗ് ആൻഡ് സെക്യൂരിറ്റി. ഈ മൊഡ്യൂളിൽ നമ്മുടെ ഏറ്റവും വെരി ഹൈ പ്രയോറിറ്റിക്കകത്ത് വരുന്ന ഒരു മൊഡ്യൂളാണ് നെറ്റ്വർക്കിംഗും സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, നമുക്കൊരു ഡിവൈസ് അല്ലെങ്കിൽ ഏതായാലും അതിന്റെ പല പല നെറ്റ്വർക്കിംഗ് ഉണ്ടോ അല്ലെ, പല പല മൾട്ടിപ്പിൾ സിസ്റ്റംസ് ചിലപ്പോൾ ഒരു നെറ്റ്വർക്കിൽ ഉണ്ടായിരിക്കും. പിന്നെ അതിന്റെ എല്ലാത്തിന്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അല്ലേ. സോ അതാണ് നമ്മൾ മെയിൻലി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് നെറ്റ്വർക്ക് ഡിവൈസസും ടോപ്പോളജീസും ഒക്കെ എന്താണ് എന്നുള്ളത്. ഇപ്പൊ അത് റൗട്ടർ, സ്വിച്ച്, ഗേറ്റ് വേ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഡിവൈസസും ടോപ്പോളജീസും ഉണ്ട്. അതും പിന്നെ പല IP അഡ്രസ്സിംഗ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നമ്മൾ പല രീതിയിൽ അഡ്രസ് ചെയ്യുകയൊക്കെ ചെയ്യും. അതൊക്കെ എന്താണ് IPv4, എന്താണ് IPv6, അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ഉണ്ട് കണ്ടില്ലേ, ARP, TCP, HTTP, DNS, SMTP എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതൊക്കെ എന്താന്നുള്ളത്. പിന്നെ നമ്മുടെ OSI മോഡൽ. OSI മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് 7 ലെയേഴ്സ് ആയിട്ടാണ് നമ്മുടെ OSI മോഡൽ വരുന്നത്, ഫിസിക്കൽ ലെയർ തൊട്ട് ആപ്ലിക്കേഷൻ ലെയർ വരെ. അപ്പൊ ഓരോരോ ലെയേഴ്സ് എന്താണ്, ആ ഓരോരോ ലെയറിന്റെ ഫങ്ഷൻസ് എന്താണ്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നെ ഉള്ളതാണ് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റിക്കകത്ത് വരുന്നതാണ് ഈ ഒരു ഫയർവാള്, പ്രോക്സി, ഹണിപോട്ട്, പിന്നെ അറ്റാക്സ് ആയിട്ടുള്ള വൈറസ് അറ്റാക്ക് ഒക്കെ വരാം അല്ലെ, ട്രാപ്പ് ഡോസ്, DOS, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. പിന്നെ കേബിൾ കാറ്റഗറീസ്, അതായത് ഹൈ സ്പീഡ് ഇഥർനെറ്റ് കേബിൾസ്, അതിന്റെ ഫംഗ്ഷൻസ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, CAT6, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ മെയിൻലി നിങ്ങൾ ഈ ഒരു പ്രോട്ടോകോൾ സ്റ്റാക്ക് ഫംഗ്ഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, IP ക്ലാസസും നെറ്റ്വർക്ക് ലെയേഴ്സും എന്താണെന്നുള്ളത് പഠിക്കുക. പിന്നെ നമ്മുടെ സൈബർ സെക്യൂരിറ്റിയുടെ കോർ കൺസെപ്റ്റ്സ്, DOS, ട്രാപ്പ് ഡോർ, ബൂട്ട് സെക്ടർ വൈറസ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചടിച്ചു പോവുക. സോ ഇതും അത്യാവശ്യം വെരി ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു മൊഡ്യൂളാണ് നമ്മുടെ നെറ്റ്വർക്കിംഗ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് സ്കിപ്പ് ചെയ്യാതെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അടുത്ത നമ്മുടെ 7th മൊഡ്യൂളിൽ മെയിൻലി നമ്മൾ നോക്കുന്നത് ഇന്റർനെറ്റ് കൺസെപ്റ്റ്സും സൈബർ സെക്യൂരിറ്റിയാണ്. ഓക്കെ, സോ ഇത് നമ്മുടെ ഹൈ പ്രയോറിറ്റി കാറ്റഗറിയിൽ വരുന്നതാണ്. ഒരു തീരെ ലോയും അല്ല തീരെ ഹൈ അല്ല, അത്യാവശ്യം ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ 7th മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ മെയിൻലി നമ്മൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിക്കുന്നത്. URL, HTTP, DNS, MIME എന്നൊക്കെ പറയുന്ന ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പഠിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസേഴ്സ്, വെബ് കൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, വെബ് കൺസെപ്റ്റ്സിനകത്ത് വരുന്നതാണ് ബ്രൗസർ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ ക്രോം, ഫയർഫോക്സ് എന്നൊക്കെ പോലെ പല പല ബ്രൗസർ ഉണ്ടല്ലോ. ഇപ്പൊ ബ്രൗസർ എന്താണ്, പല പല ടൈപ്പ് ഓഫ് ബ്രൗസേഴ്സ് എന്താണ്, പിന്നെ സെർവർ, അപ്പാച്ചി ഒക്കെ പോലത്തുള്ള സെർവേഴ്സ്, സെർച്ച് എഞ്ചിൻസ്, ഗൂഗിള്, ബിങ് ഒക്കെ പോലത്തെ സെർച്ച് എഞ്ചിൻസ്, ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ സൈബർ അറ്റാക്സും ത്രെറ്റ്സും, അതായത് പല പല ടൈപ്പ് ഓഫ് വൈറസ് ഒക്കെ ഉണ്ടാവും നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ വോം ഉണ്ടാവും, DOS, ഹണി പോട്ട്സ്, ഇതൊക്കെ ഉണ്ടാവും. സോ ഇതൊക്കെ എന്താണ് എന്നുള്ളത്, അതിന്റെ ത്രെറ്റ്സും അറ്റാക്സിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം, അതിനെ പറ്റിയൊക്കെ പഠിക്കുക. സോ അത്യാവശ്യം കുറച്ചും കൂടെ എന്താണ് നമ്മുടെ ഈ ഒരു 6th മൊഡ്യൂളിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു 7th മൊഡ്യൂൾ വരുന്നത്. സോ ഈ 6th മൊഡ്യൂൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ 6th മൊഡ്യൂൾ പറഞ്ഞാൽ വെരി ഹൈ പ്രയോറിറ്റിക്കകത്ത് വരുന്ന ഒരു മൊഡ്യൂളാണ്. സോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പഠിക്കണം. സോ ആ 6th മൊഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ 7th മൊഡ്യൂൾ നിങ്ങൾക്ക് ഒരു പീസ് ഓഫ് കേക്ക് ആയിരിക്കും, പെട്ടെന്ന് തന്നെ നമുക്കത് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇതിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ വരുന്നത്. സോ ഇത് അത്രയും പാടുണ്ടായിരിക്കത്തില്ല. സോ 6th 7th നമുക്ക് ഒറ്റ കവറേജിൽ നിങ്ങൾക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ് 8th മൊഡ്യൂൾ. 8th മൊഡ്യൂളിൽ മെയിൻലി നമ്മൾ വെബ് ഡെവലപ്മെന്റിന്റെ ബേസിക്സ് ആണ് പഠിക്കുന്നത്. HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, PHP, ഇത്തരത്തിന്റെ ബേസിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. ഇത് എന്താണ് മോഡറേറ്റ്ലി കവേർഡ് ആണ്, അത്ര ഹൈ പ്രയോറിറ്റി ഇമ്പോർട്ടൻസിലുള്ളതല്ല.
ഓക്കെ. സോ ഇതും അത്യാവശ്യം ബേസിക്സേ ഉള്ളത് കൊണ്ട് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് അതെങ്ങനെയാണ് എന്ത് ചെയ്യാം ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ ഒരു ഫ്രണ്ട് എൻഡ് ആണ് നമ്മൾ മുമ്പിൽ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കാണുന്ന കാര്യങ്ങൾ, അതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നല്ല, ഫ്രണ്ടിൽ വിഷ്വലി നമുക്ക് കാണുന്ന കാര്യങ്ങൾ, ഡേറ്റാസ് എവിടെയൊക്കെ വെക്കണം, എങ്ങനെ അത് വിഷ്വലി അപ്പീലിംഗ് ആയിട്ട് നിൽക്കണം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വെബ് ഡെവലപ്മെന്റ് ഫേസിൽ നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുക. അപ്പൊ അതിൽ ബേസിക് ആയിട്ടുള്ള HTML ടാഗ്സ് ഒക്കെ നമ്മൾ പഠിക്കണം. പല പല HTML ടാഗ്സ് ഉണ്ട്. HTML, ബി, മാർക്യൂ, ഹെഡ്, ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പല പല HTML ടാഗ്സ് ഉണ്ട്, അതൊക്കെ പഠിക്കാം. പിന്നെ വരുന്ന ലാംഗ്വേജ് ആണ് CSS. CSS മെയിൻലി നമുക്ക് എന്താണ് ഒരു വെബ്സൈറ്റ്സിനെ നമുക്ക് കുറച്ച് വെബ് പേജസിനെ നമുക്ക് കുറച്ചും കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പല പല കളേഴ്സും ഫോൺസും മാർജിനും ഒക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി എന്ത് യൂസ് ചെയ്യുന്നത്, CSS യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും അതിന്റെ ബേസിക് ആയിട്ടുള്ള കീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം പഠിച്ചു വെക്കാം. പിന്നെ എന്താണ് ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് മെയിൻലി ഡൈനാമിക് കണ്ടന്റും ഈവന്റ്സ് അങ്ങനത്തെ മെയിൻലി ഫോക്കസ്ഡ് ആണ്. കുറച്ചൊരു ഇന്ററാക്ടിവിറ്റി നമ്മുടെ വെബ് പേജിലേക്ക് കൊണ്ടുവരുന്ന എന്താണ് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഇപ്പൊ നമ്മളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ക്ലിക്കായി അടുത്ത പേജിലേക്ക് പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് കാർട്ടാണ്. സോ അങ്ങനെ ജാവാസ്ക്രിപ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഇന്ററാക്ടിവിറ്റി, ഈവന്റ് ഹാൻഡ്ലിംഗ്, ഡൈനാമിക് കണ്ടന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഡൈനാമിക് വെബ് പേജസ്, അതിനകത്ത് വരുന്നതാണ് നമ്മുടെ PHPയുടെ ബേസിക്സ്. എന്താണ് PHPക്കകത്ത് വരുന്നത്, PHPക്കകത്ത് വരുന്ന വേരിയബിൾസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്, ഫംഗ്ഷൻ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ C പഠിച്ചിട്ട് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ കമ്പാരിസണിൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കാണ്. PHPയുടെ ഈ വേരിയബിൾസ്, അറേസ്, ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. തമ്മിൽ വലിയ വ്യത്യാസമില്ല. PHPയുടെ Cക്കകത്ത് ഈ അറേ, വേരിയബിൾസ്, ഫംഗ്ഷൻസ് ഒക്കെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതിന്റെ സിന്റാക്സിലും കാര്യങ്ങളിലും ഒക്കെ റോളൊക്കെ എല്ലാവരുടെയും സെയിം ഒക്കെ തന്നെ. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ ഈ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മെയിൻലി ഇറ്റ്സ് ഫോക്കസ്ഡ് ഓൺ വെബ് പേജ് ഡെവലപ്മെന്റ് ആണ്. സോ അത് ബേസിക്സ് മാത്രം ഒരു സർഫസ് ലെവലിലേ നമുക്ക് പഠിക്കാവുള്ളൂ. സോ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇൻഡെപ്ത് ഒരു വെബ് പേജ് ഉണ്ടായിക്കൊണ്ട് വരുന്ന ഫുൾ കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് നമ്മൾ എന്താണ് ഒരു ഉണ്ടാക്കി മൊത്തത്തിൽ വരുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി, അതായത് സ്കെൽറ്റൽ സിസ്റ്റം ഉണ്ട്, അതിന്റെ മണ്ടയ്ക്കാണ് പിന്നെ മാംസവും മസിൽസും എല്ലാം വന്ന് കവർ ചെയ്തൊരു സ്ട്രക്ചർ വരുന്നത്, പിന്നെ അതിന്റെ മുകളിൽ സ്കിന്നും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ബോഡി വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു വെബ്സൈറ്റ്. അതിന്റെ ഒരു ഫ്രെയിം വർക്ക് തൊട്ട് അതിന്റെ മണ്ടയ്ക്കുള്ള ഒരു ഡെഫിനിഷനും കാര്യങ്ങളും സ്റ്റൈലിങ്ങും ഒക്കെ വന്ന് നമുക്ക് ആ ഒരു യൂസർ ഇന്ററാക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ബേസിക് കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളൊരു ബേസിക് കാര്യങ്ങൾ ഓവറോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 8th മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. സോ ഇത്രയായിരുന്നു നമ്മുടെ 8 മൊഡ്യൂൾസും ഉണ്ടായിരുന്നത്. സോ ഞാൻ ഇങ്ങനെ പ്രയോറിറ്റി വൈസ് ഞാനൊരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു ഫസ്റ്റും സെക്കൻഡും തേർഡും 5th 6th മൊഡ്യൂൾസ് വരുന്നത് വെരി ഹൈ പ്രയോറിറ്റിക്കകത്ത് വരുന്ന മൊഡ്യൂൾസ് ആണ്. നിങ്ങൾ ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ. ഈ ഒരു 5 മൊഡ്യൂൾസും വെരി ഹൈ പ്രയോറിറ്റി ആയിട്ട് തന്നെ എടുക്കുക. അത് ഒന്നിച്ച് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 6th മൊഡ്യൂൾ നെറ്റ്വർക്കിംഗ് പഠിക്കുമ്പോൾ ഇന്റർനെറ്റ് ആൻഡ് സെക്യൂരിറ്റി പഠിക്കാൻ കുറച്ചും കൂടെ അങ്ങ് എളുപ്പമായി പൊക്കോളും. ഓക്കെ. പിന്നെ ഈ ഒരു ഫണ്ടമെന്റൽസ് വോയിസ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ തമ്മിൽ അത്യാവശ്യം ഇന്റർകണക്റ്റഡ് ആണ്, അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുമാണ്. ഇതിനു മുമ്പേ ഇതിന്റെ ബേസിക്സോ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ആദ്യമായിട്ട് പഠിക്കാനായിരിക്കും കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരിക. നേരത്തെ പഠിച്ചവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. സോ അത്യാവശ്യം എളുപ്പമുള്ള ഒരു സിലബസ് തന്നെയാണ് നമുക്കുള്ളത്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗും ആണ്. എല്ലാവരും നന്നായിട്ട് ഒന്ന് വർക്ക് ചെയ്ത് പഠിച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ. സോ കുറച്ച് റെക്കമെൻഡഡ് സ്ട്രാറ്റജിയാണ്. നമ്മുടെ C പ്രോഗ്രാമിങ്ങും നെറ്റ്വർക്കിങ്ങും നിങ്ങൾ അത് രണ്ടും കൂടെ പഠിക്കുമ്പോൾ തന്നെ ഏറെക്കുറെ 50% ക്വസ്റ്റ്യൻസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ലിനക്സും മെമ്മറി കൺസെപ്റ്റ്സിലും മെയിൻലി എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഫ്രീക്വന്റ്ലി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള അപ്പൊ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഈ ഫസ്റ്റ് വഴി ജസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്താണ് ലിനക്സിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കി പോവുക. പിന്നെ ഓപ്സ് കൺസെപ്റ്റ് എന്തായാലും പഠിക്കണം. അത് എവിടെ പോയാലും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ വരത്തുള്ളൂ. ഇങ്ങനത്തെ IT ബേസ്ഡ് നിങ്ങൾ ഏത് എക്സാം എടുത്താലും നിങ്ങൾക്ക് ഓപ്സ് കൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ജാവയും C++ ഏതിലും ഒന്നിലും ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ SQL ക്വറീസും PHPയുടെ സ്ക്രിപ്റ്റ്സ് എന്ന് പറയും. PHP ഇപ്പം SQL നമ്മൾ എഴുതി കൊടുക്കുന്ന കമാൻഡ്സ് നമ്മൾ ക്വറി ചെയ്യുന്നു, PHPയിൽ നമ്മൾ സ്ക്രിപ്റ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. പിന്നെ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുകയും ചെയ്യും. നമ്മളൊരു ക്വറി എഴുതി ഒരു ടേബിളിലെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുക എന്ന് ഞാനൊരു ക്വറി എഴുതി കൊടുക്കുമ്പോൾ അയാൾ ആ ടേബിൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഓക്കെ ഞാനത് പഠിച്ചു എന്നുള്ളത് വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ പണ്ട് മാത്സ് ഒക്കെ നമ്മൾ ചെയ്ത് നമ്മളൊരു ആൻസറിൽ എത്തുന്ന പോലെ എന്തോ അതുപോലെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വീക്ക്ലി റിവൈസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ചെയ്യുക. നമ്മളൊരു ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുമ്പോഴാണല്ലോ നമ്മൾ പേടിക്കാം. നമ്മൾ ഒരുപാട് തവണ കണ്ട് പഠിച്ച് ശീലിച്ചത് നമുക്ക് വീണ്ടും കാണുമ്പോൾ നമ്മൾ പേടിക്കത്തില്ലല്ലോ.
സോ അതുപോലെ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സിലബസ് കവർ ചെയ്തിട്ട് ഈ എക്സാമിന് വേണ്ടി നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതേ. ഓക്കെ. സോ ടെക് പി എസ് സി ഒഴുക്കുന്ന നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ICTS എന്ന് പറയുന്ന കോഴ്സിൽ ഈ 8 മൊഡ്യൂൾസും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ പ്രയോറിറ്റി കൊടുക്കേണ്ട രീതിയിൽ കൊടുത്ത് ഫുൾ സിലബസ് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ നമ്മൾ PDF ഫോർമാറ്റിലെ നോട്ട്സും പ്രോപ്പർ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് വിത്ത് മെന്റർഷിപ്പ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ടോപ്പിക് വൈസ് എക്സാംസ്, ഫുൾ സിലബസ് ബേസ്ഡ് എക്സാംസ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ മെയിൻലി ടെക് പി എസ് ഇതെല്ലാം ഫോക്കസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. മാക്സിമം നമുക്ക് ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആക്കാവുന്നത് പോലെ ലൈവ്ലി ആയിട്ട് റെക്കോർഡായിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രക്ചേർഡ് വേയിൽ തന്നെ ഈ ഒരു ഇമ്പോർട്ടൻസ് ബേസ്ഡ് വേയിൽ തന്നെ നമ്മൾ ടോപ്പിക് വൈസ് എക്സാംസും കാര്യങ്ങളും എല്ലാം കവർ ചെയ്തിട്ട് പോകുന്നുണ്ട്. ഓക്കെ. സോ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഹലോ. ഹലോ. കഴിഞ്ഞു കേട്ടോ. ശരി.